നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടിനെതിരെയാണ് LDF ഹർത്താൽ ഇന്ന് ആഹ്വാനം ചെയ്തിരുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വലിയ പ്രതിഷേധങ്ങൾക്കിടെ കരിങ്കൊടികൾക്കിടെ അവിടെ എത്തി ഗവർണർ മടങ്ങിയിരിക്കുന്നു. അതേസമയം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹർത്താൽ പൂർണ്ണമായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, വലിയ പ്രതിഷേധം, മുദ്രാവാക്യങ്ങൾ, കരിങ്കൊടി വീശൽ, ഇതിനിടയിലൂടെയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് കടന്നു വന്നത്. അദ്ദേഹം വന്നു. ഒരിടയ്ക്ക് അദ്ദേഹം പ്രതിഷേധക്കാരെ പോലും അഭിവാദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു. കാറിൽ നിന്ന് അവരെ പോലും കൈവീശി. ഒപ്പം ഇതിനുശേഷം ചടങ്ങിന് ശേഷം ജനങ്ങൾക്കിടയിലേക്ക് വന്ന് അവർക്ക് കൈകൊടുത്തു. അങ്ങനെ ഗവർണർ ഇവിടെ എത്തി ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊന്നും ചടങ്ങിനകത്തുണ്ടായിരുന്നില്ല. പക്ഷേ പുറത്ത് കടുത്ത പ്രതിഷേധം തന്നെയായിരുന്നു. ഇവിടേക്ക് തൊടുപുഴയിലേക്ക് കടക്കുമ്പോൾ തന്നെ പലയിടങ്ങളിലും തന്നെ SFI DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു പ്രതിഷേധവുമായി എത്തി. ഇവർ റോഡിലേക്ക് കടക്കാതിരിക്കാനും പ്രത്യേകിച്ച് ഗവർണറുടെ വാഹനത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കാനും പോലീസ് വളരെയധികം തന്നെ ശ്രദ്ധിച്ചു. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹങ്ങൾ ഈ ദിവസത്തേക്ക് ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഹർത്താൽ കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമായിരുന്നു. ഇടതുമുന്നണി ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ ഹർത്താലിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രകടനങ്ങൾ നടന്നു. ഈ പ്രകടനവും പിന്നീട് ഗവർണർ കടന്നു പോകുന്ന വഴിക്ക് അരികിലേക്ക് വന്നു. അവരും പ്രതിഷേധത്തിൽ പങ്കാളികളാവുകയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം തൊടുപുഴയിലേക്ക് എത്തിയത്. ഈ ദിവസം ഇന്ന് ഭേദഗതി നിയമം ഇത് സംബന്ധിച്ച് ഭൂനിയമം സംബന്ധിച്ചുള്ള ബില്ലിൽ ഗവർണർ അത് പാസാക്കാത്തതിനെ ചൊല്ലിയുള്ള ഗവർണർ അത് അനുവദിക്കാത്തതിനെ ചൊല്ലിയായിരുന്നു ഇന്ന് പ്രതിഷേധം നടക്കുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള കർഷകർ ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഈ ദിവസമാണ് ഗവർണർ ഇവിടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ തീരുമാനിച്ചത് എന്നതായിരുന്നു കൂടുതൽ പ്രകോപനം ഉണ്ടാക്കിയത്. അതുകൊണ്ടായിരുന്നു ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് മറുപടി നൽകുകയായിരുന്നു ഒരർത്ഥത്തിൽ. എന്തായാലും ഗവർണർ ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തു. കാരുണ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് അവരോട് സംസാരിച്ചു. പ്രത്യേകിച്ച് അതിൽ പറഞ്ഞത് തന്നെ ഇത്തരം ഭീഷണികൾ കൊണ്ട് തന്നെ സമ്മർദ്ദത്തിലാഴ്ത്താമെന്ന് ആരും തന്നെ കരുതേണ്ടതില്ല. ഈ നിയമം സംബന്ധിച്ച് 3 തവണ കുറിപ്പ് അയച്ചതാണ്. ഇത് സംബന്ധിച്ച് തന്റെ ചില വിശദീകരണങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്ന് സർക്കാരിൽ നിന്നൊരു മറുപടിയും ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നത്. തനിക്ക് തന്റെ പ്രായത്തിൽ 35 വയസ്സുള്ള ആ ഒരു പ്രായത്തിൽ പോലും നിരവധി തവണ വധശ്രമങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. അന്ന് ഭയപ്പെട്ടില്ല, ഇപ്പോഴൊട്ടും ഭയപ്പെടുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹം അതിനുശേഷം പുറത്തു വന്നതിന് ശേഷം തന്നെ കാത്തു നിൽക്കുന്നവർക്കിടയിലേക്ക് വാഹനത്തിൽ നിന്നിറങ്ങി അവർക്ക് കൈകൊടുത്തു. പിന്നീടും പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. തൊടുപുഴ ഗസ്റ്റ് ഹൌസിലായിരുന്നു അദ്ദേഹം ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിക്കുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ അവിടെ എത്തുകയും പിന്നീട് അവിടെയും പ്രതിഷേധം ഗേറ്റിന് പുറത്ത് ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഗസ്റ്റ് ഹൌസിൽ നിന്നിറങ്ങി മടങ്ങുകയാണ് ഉണ്ടായത്. വഴിനീളെ പ്രതിഷേധമായിരുന്നു. വലിയ രീതിയിൽ തന്നെ പ്രകടനക്കാർ സംഘടിച്ചിരുന്നു. പക്ഷേ അതിനിടയിലും തന്റെ സന്ദർശനം പൂർത്തിയാക്കി തൊടുപുഴയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങി.